ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് അരി, മണ്ണെണ്ണ, ഗോതമ്പ്, ആട്ട തുടങ്ങിയവയൊക്കെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തു വരികയാണ്. ഓരോ റേഷൻ കാർഡുകൾക്കും എല്ലാ മാസങ്ങളിലും റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇനി മുതൽ റേഷൻ കടകൾ വഴിയുള്ള വിതരണത്തിന് പകരം റേഷൻ ആനുകൂല്യങ്ങൾക്കുള്ള പണം റേഷൻ കാർഡ് അംഗങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമ്മുടെ സംസ്ഥാനത്തും ഇത് നടപ്പാക്കുവാൻ ഒരുങ്ങുകയാണ്. റേഷൻ അരിക്ക് തുല്യമായിട്ടുള്ള വിഹിതം റേഷൻ കാർഡ് അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഈ പദ്ധതി. ചില സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിവരികയാണ്. എന്നാൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാരുടെ റേഷൻ വിഹിതത്തിനനുസരിച്ചുള്ള തുകയാണ് അക്കൗണ്ടിൽ എത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ APL കാർഡുകാർക്ക് കാര്യമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. റേഷൻ അരിക്ക് പകരം പണം അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി കഴിഞ്ഞാൽ റേഷൻ കടകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടാകും. മാത്രമല്ല, റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളും പ്രതിസന്ധിയിലാകും. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെതിരെ എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. സർക്കാർ ഇത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരും ദിവസങ്ങളിലൊക്കെ അറിയുവാൻ സാധിക്കും. ഇതോടൊപ്പം മറ്റൊരറിയിപ്പ്, റേഷൻ കാർഡ് പോലും ഹാജരാക്കാതെ 10 കിലോ വീതം അരി ഫെബ്രുവരി മാസം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഭാരത് അരി കിലോയ്ക്ക് 34 രൂപയ്ക്ക് പരമാവധി 10 കിലോ വരെ ഒരാൾക്ക് ലഭിക്കും. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലേക്ക് നാഫെഡ് മുഖാന്തരം അരി എത്തും. വിവിധ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വാഹനങ്ങളിൽ അരി വിതരണം ചെയ്യുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.